നാം എല്ലാവരും പ്രാർത്ഥിച്ചോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. തന്റെ പരിശുദ്ധ ശരീരത്താൽ തന്റെ ഇടവനെ പുലർത്തുകയും തന്റെ വിലയേറിയ രക്തത്താൽ തന്റെ സഭയുടെ ദാഹം ശമിപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ നേരാവുന്ന കർത്താവേ, നിനക്ക് അടക്കൂടാത്ത സ്തുതിയും മാറ്റിപ്പോകാത്ത സ്തോത്രവും അവസാനമില്ലാത്ത പുകഴ്ചയും പ്രഭയുള്ളതും ശ്രേഷ്ഠതയുള്ളതുമായ സ്തുതികളും മാധുര്യമുള്ളവയും സന്തോഷമുള്ളവയുമായ കിന്നരങ്ങളാൽ അടയ്ക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ദയാലുവായ നിന്റെ ശരീരത്താൽ എല്ലാ മക്കളും ശുദ്ധീകരിക്കപ്പെടുന്നു, എല്ലാ കൂട്ടങ്ങളും നിന്റെ രക്തത്താൽ ഇമ്പപ്പെടുന്നു, എല്ലാ കിരീടങ്ങളും നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നു, സർവജാതികളും നിനക്ക് മഹത്വം പാടുന്നു. ഈ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നതായ സമയത്ത് സകല പെരുന്നാളുകളിലും നേരിലും കാലങ്ങളിലും ഞങ്ങളായി സുഖോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ബഹുമാനിയമോ സുന്ദരയായി ലവൽ നീ ദിവ്യവും സ്വർഗീയവുമായ ഇഷ്ടദേശങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഇഷ്ടകുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരുകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവരും വെടിപ്പാക്കുന്നവരും ക്ഷമിക്കുന്നവരും ഞങ്ങളുടെ തിന്മകളെ ഓർക്കാതെ മായ്ച്ചില്ലായ്മ ചെയ്യുന്നവരുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാനുഗ്രഹത്താൽ വളരെ വലിയ അസംഖ്യ പാപങ്ങളെയും വിശ്വാസികളായ സകലജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു ക്രിസ്തുവിനായുള്ളവരെ കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, അവയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും ബൗദ്ധമുള്ളതിന്റെ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ദൈവമേ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ദേഹികളെയും ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് അനുഗ്രഹങ്ങളും മനോഗുണവുമാകുന്ന പരിധിയും അവരുടെ അസ്ഥിമേൽ നൽകണമേ. മഹത്വത്തിന്റെ ഇളയവനായി ഞങ്ങളുടെ രാജാവും നാഥനുമായ മെശിഹാ കർത്താവേ, ഞങ്ങൾക്കും അവർക്കും വിമോചനവും വിമോചനവും നീയായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരം അരുളി ചെയ്ത് ഞങ്ങളുടെ സഹായത്തിനായി എഴുതുന്നു ഞങ്ങളെ തുണപ്പാൻ വരേണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ
കഠിനതരങ്ങളായ സകല ശിക്ഷകളെയും നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപസൂചകങ്ങളായ വടികളെ ഞങ്ങളിൽ നിന്നും വിലക്കി നീക്കിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളെ ഇഷ്ടവും യോഗ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവും ആയിരിക്കുന്ന ക്രിസ്തീയ അവസാനം ഞങ്ങൾക്ക് സൗജന്യമായി നൽകി നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കും ഞങ്ങൾ കരയുന്നു. ഹോശോ വഖുൽ സുബ്ഹാന ലവൽ മീൻ. കരുണയും മനോഗുണവും നിറഞ്ഞിരിക്കുന്നവനെ ഞങ്ങൾ വന്ദിക്കുകയും സ്തുതിസ്തോത്രം ചെയ്തു പുകഴ്ത്തുകയും നിന്റെ കൃപയോട് ഞങ്ങൾ യാചിക്കുകയും ചെയ്യുന്നു. പഴയ ലോകം നിന്റെ വരവിൽ പുതുതാക്കപ്പെടും. കിഴക്കും ഭാഗത്ത് നിൽക്കുന്ന സ്ലീബായുടെ വലിയ അടയാളത്തെ മാലാഖമാരുടെ സൈന്യങ്ങൾ ആഘോഷിക്കും. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ സ്വർഗമേഘങ്ങളിൽ വരുന്ന നിന്റെ ദൈവത്വത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കും. അപ്രകാരമുള്ള വലിയ ദിവസത്തിൽ ഞങ്ങളുടെ മനുഷ്യത്വത്തോട് കരുണ തോന്നി അനുഗ്രഹം ചെയ്യണമേ. അന്ന് മരിച്ചവർ പാതാളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ന്യായവും നീതിയും പ്രവർത്തിക്കേണ്ടതിനായി മഹത്വത്തോടെ വരുന്ന ശ്രേഷ്ഠതയുടെ എതിരേൽപ്പിനായി അവർ പുറപ്പെടും. ആ ശ്രേഷ്ഠതയ്ക്ക് മുമ്പായി മഹത്വമുള്ള ശബ്ദം വരുന്നു. ആ ശബ്ദം ഭൂമിയെ കുലുക്കുകയും പർവ്വതങ്ങളെ ഇളക്കി മറിക്കുകയും ചെയ്യുന്നു. അത് കരയെ നശിപ്പിക്കുകയും സമുദ്രത്തെ ഉണക്കുകയും ചെയ്യുന്നു. ആകാശമിരവിനെ ചുരുട്ടുന്നു. സൂര്യനെ അന്ധകാരപ്പെടുത്തുന്നു. ചന്ദ്രനെ മായ്ക്കുന്നു. നക്ഷത്രങ്ങളെ അവയുടെ നിരകളിൽ നിന്ന് വീഴിക്കുന്നു. തന്റെ ആശ്രിതന്മാരുടെ വിശുദ്ധ കൂട്ടങ്ങളുടെ വാകളാൽ കൊമ്പിന്റെയും കാഹളത്തിന്റെയും വെളിയുടെ ഭയങ്കര ശബ്ദം കണ്ടുരസിക്കുന്നു. കൂട്ടങ്ങളുടെ വാകളിൽ നിന്നുള്ള മുഴക്കത്തിന്റെ ശബ്ദങ്ങളാൽ പാറകൾ പിളരുന്നു. മറഞ്ഞു കിടക്കുന്നതായ മരിച്ചവരെ കബറുകളുടെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായി വിളങ്ങുന്ന പാതാളത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നു. ജീവനോടിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ആദാമിന്റെ വർണ്ണം ഒരുമിച്ച് പുറപ്പെടുന്നു. കണ്ണിമയ്ക്കുന്നതിനിടയിൽ മണ്ണിൽ നിന്നും പൊടിയിൽ നിന്നും അവനെ ഉയർപ്പിക്കുവാനായിട്ട് തന്റെ പിതാവിന്റെ മഹത്വത്തോടെ വരുന്നവനായ ദൈവപുത്രനെ സ്വീകരിപ്പാൻ പോകുന്നു. മുഖസ്തുതിയില്ലാത്ത നീതിയോടുകൂടിയ ഭയങ്കരനായ വിധിക്കായി സകല മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുവാൻ അഗ്നിമയന്മാരും ആത്മമയന്മാരുമായ ഈരന്മാരും എരുതിയുടെ കൂട്ടങ്ങളും ലോകമൊക്കെയിലും പറന്ന് നടക്കുന്നു. ആദാമും ഹവ്വായും അവരോടുകൂടെ ശത്രുവും പ്രവേശിക്കുന്നു. ഒന്നാമതായി കൊല്ലപ്പെട്ടിട്ടുള്ളവനായ ഹാബേൽ അവന്റെ മുറിവുകളോടും അവനെ എറിഞ്ഞിട്ടുള്ള കല്ലുകളോടും കൂടെ പ്രവേശിക്കുന്നു. ശേഖിന്റെ മക്കളുടെ എല്ലാ തലമുറകളും അവനോടുകൂടെ ശപിക്കപ്പെട്ടവരും കൊല്ലപ്പെട്ടവരുമായ കായീന്റെ മക്കളുടെ അശുദ്ധ തലമുറയും വരുന്നു. നീതിമാനും സത്യമാനും ജനങ്ങളെ പെട്ടെന്നത്തിലിരുത്തിയവനുമായ നോഹ വരുന്നു. ജാതികളുടെ പിതാവായ അബ്രഹാം വിശ്വാസത്തോട് ദുഷ്ടനായ ഫറവോൻ അബീമേലെക്കിനോടും കൂടെ അടുത്തു വരുന്നു. നീതിമാനായ ഇയ്യോബും അവന്റെ മക്കളും ധീരതയുടെ വലിയ ഭംഗിയോടെ വരുന്നു. അവരോടുകൂടെ സകല വഞ്ചനയുടെ തലവനും
അവന്റെ സൈന്യങ്ങളും പ്രവേശിക്കുന്നു. പിച്ചാത്തിയുടെ മുമ്പാകെ മുഖം മറയ്ക്കാതെ കെട്ടപ്പെട്ടിരുന്നവനും അവന്റെ പിതാവ് അവന് ബലിയിടിച്ച് കുഞ്ഞാടിനാൽ രക്ഷ പ്രാപിച്ചവനുമായ പരിപാലനയുള്ള ഇസ്ഹാക്ക് വരുന്നു. നീതിമാനായ യാക്കോബും അവന്റെ കൂടെ അവനെ പീഡിപ്പിച്ചിരുന്ന അവന്റെ സഹോദരൻ ഏശാവും വരുന്നു. പരിപാലനയും വിനയമുള്ളവനായ യൗസേപ്പും അവന്റെ കൂടെ അവനെ വിട്ടുകളഞ്ഞ സഹോദരന്മാരും അവന്റെ സഹോദരത്തെ ആക്രമിക്കുകയും ആ വിശുദ്ധിയെ അപമാനിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തവളായ മിസ്രയീംകാരി വരുന്നു. പ്രധാനാചാര്യന്മാരും മഹാപുരോഹിതന്മാരുമായ മോശയും അഹ്റോനും അവരോടുകൂടെ അഹങ്കാരിയായ ഫറവോനും വരുന്നു. സൂര്യനെയും ചന്ദ്രനെയും ആകാശവിരിവിൽ തടഞ്ഞു നിർത്തിയ യേശുക്രിസ്തുവും അവന്റെ കൂടെ തിന്മപ്പെട്ടതും മത്സരമുള്ളതുമായ തലമുറയും വരുന്നു. ദീർഘദർശിയായ ശമൂവേലും അവനോടുകൂടെ ഏലിയുടെ മക്കളും വരുന്നു. ദാവീദ് രാജാവും അവന്റെ പുത്രനായ അബ്ശാലും അവന്റെ കൂടെ മത്സരക്കാരനായ ശൗലും വരുന്നു. വിശുദ്ധാചാര്യന്മാരായ ഫിനെഹാസും എലെയാസറും പ്രവാചകനായ ഏലിയായും അവരോടുകൂടെ നീതികെട്ട രാജാവായ ആഹാബും നിന്ദിക്കപ്പെട്ടവളായ ഇസബേലും വരുന്നു. എലീശാ പ്രവാചകനും അവരോടുകൂടെ കൊതീനും ദ്രവ്യാഗ്രഹിയുമായ ഗേഹാസിയും വരുന്നു. യെരമ്യാ പ്രവാചകനും അവനെ ചെറിയ തള്ളിയിട്ട സദക്കിയ രാജാവും വരുന്നു. ഹസ്കീയേൽ പ്രവാചകൻ അവന്റെ വെളിപാടുകളോടും അവന്റെ ജനങ്ങളിൽ അവരുടെ പാപങ്ങളോടും കൂടെ വരുന്നു. സുന്ദര പുരുഷനായ ദാനിയേൽ അവന്റെ കൂടെ കുരള പറഞ്ഞ ബാബേൽക്കാരും വരുന്നു. യെശയ്യാ പ്രവാചകനും അവന്റെ കൂടെ അവനെ വെട്ടിയ രാജാവും വരുന്നു. ഹാനനിയ മുതലായ പൈതങ്ങളും അവരോടുകൂടെ വിഗ്രഹാരാധനക്കാരും വരുന്നു. സ്മൂനിയുടെ മക്കളും അവരുടെ ഗുരുവായ എലയാസും അവരോടുകൂടെ അന്ത്യോക്യസ്തരായവരുടെ സകല വഞ്ചനയും വരുന്നു. അതിവൃതയായ സുശാനും അവളോടുകൂടെ നീതികെട്ടാചാര്യന്മാരായ ആഹാബും സദക്കിയായും വരുന്നു. യോഹന്നാൻ മർദ്ദാനായി അവനോടുകൂടെ കാമാതുരിയായ ഹെരോദിയും വരുന്നു. പത്രോസും പൗലോസും അവരോടുകൂടെ നീറോയും ചിത്രക്കാരനായ ശീമോനും വരുന്നു. പരിശുദ്ധ സ്ത്രീകന്മാരും അവരുടെ ന്യായാധിപന്മാരും വരുന്നു. പോരാട്ടക്കാരും ധീരന്മാരും അവരെ കല്ലെറിഞ്ഞവരും വരുന്നു. കൊല്ലപ്പെട്ടവരും അവരെ കൊന്നവരും ആക്രമിക്കപ്പെട്ടവരും അവരെ അക്രമം ചെയ്തവരും വരുന്നു. മുഖപക്ഷമില്ലാത്ത നീതിയോടുകൂടിയ ഭയങ്കരനായിരിക്കായിട്ട് ആദാമിന്റെ മക്കളെല്ലാവരും ഒരുമിച്ച് വരുന്നു. നിന്റെ ശ്രേഷ്ഠ രഥത്തിന്മേൽ പുറപ്പെടുന്നതായ പരിഭ്രമത്തിന്റെ ആ നേരത്ത്, ഭയത്തിന്റെ ആ ദിവസത്തിൽ, വിറയലിന്റെ ആ നാഴികയിൽ വണ്ടിച്ചക്രങ്ങളുടെ ഇടയിൽ പരിഭ്രമകരമായ ശബ്ദം കേൾക്കപ്പെടുന്നു. സ്വർഗീയരോടുന്നു അഗ്നിമയർ ഇളകുന്നു. എരുതി ധരിച്ചവർ ഭ്രമിക്കുന്നു. നിന്റെ നീതിയെ കോപിച്ചിട്ടുള്ള എല്ലാവരെയും അവരുടെ ജ്വാലകൾ കൊണ്ടവർ ദഹിപ്പിക്കുന്നു. അഗ്നിസമുദ്രം തുറക്കപ്പെടുന്നു. എരുതിയുടെ ഉറവുകളെല്ലാം മത്സരക്കാരെയും വഴിതെറ്റിയവരെയും അതിവേദനപ്പെടുത്തുവാൻ ഓടുന്നു. വലതു ഭാഗം തുറക്കപ്പെടുന്നു. മഹത്വത്തിന്റെ സമുദ്രം ഉദിക്കുന്നു. പ്രകാശത്തിന്റെ കതിര് മിന്നുന്നു. രാജ്യത്തിന്റെ ഭാഗ്യം വെളിപ്പെടുന്നു. നീതിമാന്മാരുടെ മണവറയും ശുദ്ധിമാന്മാരുടെ അറിവും കന്യാവ്രതക്കാരുടെ പന്തിയും നോമ്പുകാരുടെ ഭാഗ്യനിർമേശയും കാണപ്പെടുന്നു. കൃപ വലതു ഭാഗത്തുള്ളവരെ സന്തോഷിക്കുന്നു. ഇടതു ഭാഗത്തുള്ളവരെ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളുവാൻ നീതി ഇടിമുഴക്കുന്നു. ദുഷ്ടന്മാർ തലകുനിച്ചു നിൽക്കുന്നു. കുരിശിൽ തറപ്പുകാരുടെ മുഖങ്ങൾ ലജ്ജിക്കുന്നു.
വിശ്വാസികളിൽ നിന്ന് സത്യമായ സ്തോത്രശബ്ദം ഉയരുന്നു. കന്യാവ്രതക്കാർ ആനന്ദിക്കുന്നു, ശുദ്ധിമാന്മാർ സന്തോഷിക്കുന്നു, നീതിമാന്മാർ ഉല്ലസിക്കുന്നു, പുണ്യവാന്മാർ ആഹ്ലാദിക്കുന്നു. മണവറ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, മേശ ഒരുക്കിയിരിക്കുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികൾ നിത്യമായ ജീവിതത്തിൽ സന്തോഷിച്ച് ഉല്ലസിക്കുന്നു. ബുദ്ധിയുള്ള കന്യകമാർ തങ്ങളുടെ ദീപരശ്മികളോടുകൂടി സന്തോഷിക്കുന്നു. നരകം ജ്വലിക്കുന്നു, രാജ്യം പ്രകാശിക്കുന്നു. ശ്രീമാൻ ന്യായം വിധിക്കുന്നു. ഇസ്രായേൽ ഗോത്രങ്ങൾ വിധിക്കപ്പെടുന്നു. പാറകൾ പിളർക്കപ്പെടുന്നു, കബറുകൾ തുറക്കപ്പെടുന്നു. ജീവനുള്ളവർ പറക്കുന്നു, മരിച്ചവർ വീഴുന്നു. നല്ലവർ ഉയരത്തിലേക്ക് കയറുന്നു, ദുഷ്ടന്മാർ അഗാധത്തിലേക്ക് ഇറങ്ങുന്നു. കാണപ്പെടുന്നവർ കടന്നു പോകുന്നു, കാണപ്പെടാത്തവർ നിലനിൽക്കുന്നു. ഇവിടെയുള്ളവ മാഞ്ഞ് അഴിഞ്ഞു പോകുന്നു, അവിടെയുള്ളവ അവസാനമില്ലാതെ നിലനിൽക്കുന്നു. ആഗ്രഹങ്ങൾക്ക് തികവരുന്നില്ല, അതിവേദനകൾ അവസാനിക്കുന്നില്ല. ഭാഗ്യങ്ങൾ നിലനിൽക്കുന്നു, ജീവൻ വാഴുന്നു. പ്രകാശം അന്ധകാരപ്പെടുന്നില്ല, മൗത്വം അഴിയുന്നില്ല. നീതി എന്നേക്കുമായിരിക്കുന്നു, ജീവൻ തർമ്മമോളം ഇരിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ആജ്ഞയും ഇവയൊക്കെയും കൽപ്പിക്കുകയും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ നാളിൽ സ്വന്തം പാപങ്ങളിൽ വശമായി പോയ ഞങ്ങളുടെ സൃഷ്ടിയെയും രൂപത്തെയും കുറിച്ച് ദൈവമേ എന്റെ കർത്താവേ, ഞങ്ങളോട് നിന്റെ കൽപ്പനകൾ ആചരിച്ചിട്ടുള്ളവരായി നിന്റെ വാത്സല്യവാന്മാരോടും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് നീ പറയരുതേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവരും ന്യായവിധിയിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നാലോ മരണത്തിൽ നിന്നും ജീവനിലേക്കും മാറിയിരിക്കുന്നു എന്ന് നിന്റെ പരിശുദ്ധ തിരുവായ അരുളിച്ചതായ വചനം ഞങ്ങളുടെ അടുക്കലും അവരുടെ അടുക്കലും നിവർത്തിക്കണമേ. അവിടെ ആ നാളിൽ ഞങ്ങളും ഞങ്ങളുടെ മരിച്ചുപോയവരും വിശ്വാസികളായ സകലം മരിച്ചുവരും നിന്റെ പ്രത്യക്ഷതയ്ക്ക് സ്നേഹം നിന്റെ ദൈവത്തിന്റെ സ്തോത്രവും പാടുമാറാകണമേ. വാക്കുൽ സുബാന